അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ ആശങ്ക അണയാതെ തുടരുകയാണ്. കപ്പലിലെ തീയണയ്ക്കാനായിട്ടില്ല. പ്രേക്ഷകർക്ക് കാണാം, നമ്മളുടെ ഓഗ്മെന്റ് റിയാലിറ്റി ടീം ഒരുക്കിയ ദൃശ്യമാണിത്. അവിടെ കപ്പലിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ്. ഏകദേശം 20ഓളം കണ്ടെയ്നറുകൾ വീണു എന്നായിരുന്നു ആദ്യം അറിഞ്ഞതെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സംയുക്ത സേന ദൗത്യമാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 7 കപ്പലുകളാണ് തീ അണയ്ക്കാനും തെരച്ചിലിനുമായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇവിടെ കപ്പൽ കത്തുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ, പ്രധാനപ്പെട്ട കപ്പലുകളിൽ സജേദ്, സമുദ്ര, പ്രഹരി എന്നിങ്ങനെയുള്ള കപ്പലുകൾ ഈ കപ്പലിനോട് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഈ സജേദിൽ നിന്നും, സമുദ്രയിൽ നിന്നും, പ്രഹരിയിൽ നിന്നും, കോസ്റ്റ് ഗാർഡിൻ്റെ ഈ 3 കപ്പലുകളിൽ നിന്നും വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്തുകൊണ്ടാണ് ദൗത്യം ഇപ്പോൾ നടക്കുന്നത്. കപ്പലിലെ ഫോർവേഡ് ബേയിലെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിൽ പൊട്ടിത്തെറിയുണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോഴും സംശയിക്കുന്നത്. ലോവർ ഡെക്കിൽ നിന്ന് തുടങ്ങിയ തീപിടുത്തം മധ്യഭാഗത്ത് തീ ആളിപ്പടരുന്നതിനിടയായതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നതും. കപ്പൽ 10 മുതൽ 15% വരെ കടലിലേക്ക് ചെരിഞ്ഞു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. അപകട സാധ്യത പരിഗണിച്ച് രക്ഷാദൗത്യം കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം ഈ കപ്പലിൽ കാണുന്ന കണ്ടെയ്നറുകളിൽ പലതിലും ഇൻഫ്ലേമബിളായ അഥവാ തീപിടിക്കാൻ ശേഷിയുള്ള, സ്ഫോടക ശേഷിയുള്ള പദാർത്ഥങ്ങളുണ്ട്, വിഷപദാർത്ഥങ്ങളുണ്ട്, ശ്വസിച്ചാൽ തന്നെ അപകടമുണ്ടാകുന്ന പദാർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് തീപിടിക്കാൻ കഴിയുന്ന രാസവസ്തുക്കളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളിയാവുന്നത്. ചരക്ക് കപ്പലിൽ അത്യന്തം അപകടകരമായ 157 ഇനങ്ങളാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന രാസവസ്തുക്കളും കണ്ടെയ്നറുകളിൽ നിരവധിയാണ്. നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ തീരത്തിനോടടുത്ത് മുങ്ങിയ കപ്പൽ പോലെയല്ല, കുറച്ചുകൂടി അപകടകരമായ കണ്ടെയ്നറുകളാണ് ഈ കപ്പലിലുള്ളത്. നിലവിൽ തീപടർന്ന ഭാഗത്തിന് ഏറെക്കുറത്ത് സമീപത്തമാണ് ഇന്ധന ടാങ്ക് എന്നുള്ളതും ചെറിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ബങ്കർ ഓയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ബങ്കർ ഓയിൽ ഏതെങ്കിലും തരത്തിൽ കപ്പലിൻ്റെ ഈ പുറകിലത്തെ ഡക്കിൽ നിന്ന് കടലിലേക്ക് പരക്കുകയാണെങ്കിൽ അത് സമുദ്രത്തിലെ ജീവികളുടെ ജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർഗരേഖ പ്രകാരമുള്ള കൊടും വിഷവസ്തുക്കളാണ് കപ്പലിലുള്ളത്. 20 കണ്ടെയ്നറുകളിലായി 1.83 കിലോഗ്രാം ബൈപ്രിഡിസിലിയം കീടനാശിനിയുണ്ട്. ഒരു കണ്ടെയ്നറിൽ 2786 കിലോഗ്രാം ഈഥയിൽ സൾഫേറ്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹെക്സാമെഥിലീൻ, ഡൈസോസൈനേറ്റ് തുടങ്ങി ജീവന് തന്നെ ഭീഷണിയാവുന്ന കീടനാശിനികളുണ്ട്. രാസവസ്തുക്കളുമുണ്ട്. 40 കണ്ടെയ്നറുകളിലാണ് തീപിടിക്കുന്ന ദ്രാവകങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. 19 കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ഖരവസ്തുക്കളുണ്ട്. കടലിലെ ഒഴുക്ക് തെക്ക് കിഴക്കൻ ദിശയിലായതിനാൽ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യതയും നമുക്കിപ്പോൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. തൃശ്ശൂർ, അതേപോലെ തൃശ്ശൂർ ജില്ലയിലാണ് പ്രധാനമായിട്ടും, എറണാകുളം ജില്ലയിലും കടൽ തീരങ്ങളിൽ ഇവ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 268.8 മീറ്റർ നീളവും 32.3 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് വാൻഹായ് 503 എന്ന കപ്പൽ. 2005 ഷാഹായിലെ കപ്പൽശാലയിൽ നിർമ്മിച്ചാണ് ഈ കപ്പലുള്ളത്. എന്തായാലും ഈ കപ്പലിന് പരമാവധി 20 നോട്ടിക്കൽ വേഗതയിലാണ് ഇത് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ആ കണ്ടെയ്നറുകളിൽ നിന്ന് തീപിടിച്ചാണ് കപ്പൽ ഇപ്പോൾ മുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ജൂൺ 7-ാം തീയതി കൊളംബോ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട വാൻഹായ് 503 ഇന്ന് പുലർച്ചെ 4:00-ക്കായിരുന്നു മുംബൈ തുറമുഖത്ത് എത്തേണ്ടിയിരുന്നത്. അതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡിൻ്റെ 3 കപ്പലുകളും വളരെ വേഗത്തിൽ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഉള്ളത്. വളരെ വേഗം തീയണയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴാതിരിക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർക്ക് കാണാം, ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രേക്ഷകർക്ക് കാണാം. എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. തുടർച്ചയായി കേരള തീരത്തിനോട് തൊട്ടടുത്തല്ലെങ്കിലും 120-130 കിലോമീറ്റർ അകലെ 80 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് എങ്കിലും ആശങ്കയുണ്ട് ഈ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് വരുമോ എന്ന്.